ലോക ജനസംഖ്യയിൽ 1/5 പേർ ന്യൂറോ ഡൈവേർജൻ്റ് ആണ്. 40% സെൽഫ് മെയ്ഡ് ബില്യണേഴ്സ് ഡിസ്ലെക്സിക് ആണ്. 60%-ലധികം ഇൻവെൻറ്റേഴ്സ് ADHD സ്പെക്ട്രത്തിലുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരു ന്യൂ ഏജ് ലേണർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണും. ശരിക്കും നമ്മളുടെ മെഡിക്കൽ ഫീൽഡും അല്ലെങ്കിൽ നമ്മളുടെ പല കൺസൾട്ടൻസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതുപോലെ അൺവാണ്ടഡ് ഫിയേഴ്സാണ്. കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അവർ ഒരുപാട് അറ്റൻഷൻ ഡിസോർഡർ ഉള്ള ആളുകളാണ്, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് എൻഗേജ് ചെയ്യുന്നു, ഇവരെ അടക്കിയെടുത്താൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ട് പറയും, നിങ്ങളുടെ കുട്ടിക്ക് ADHD ഉണ്ടോ എന്ന് സംശയമുണ്ട്, നിങ്ങളുടെ കുട്ടി ന്യൂറോ ഡൈവേർജൻ്റ് ആണോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടണം, സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിക്കണം, പ്രത്യേക കെയർ വേറെ കൊടുക്കണം, പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറയും. ഞാനെപ്പോഴും പറയാം, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഇതൊക്കെ ഒരു ന്യൂ ഏജ് ലേണറിൻ്റെ, ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ചേഞ്ചാണ്. ഈ ഒരു ചേഞ്ചിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള, ഈ ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു സിലബസാണ് നമുക്ക് വേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന് ഇവരെ ഒന്നും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അതായത് പുതിയ പുതിയ ചിന്താഗതികൾ കൊണ്ടുവരുന്ന, പുതിയ രീതിയിൽ ചിന്തിക്കുന്ന, സക്സസ്ഫുൾ ആയിട്ട് മാറിയ ആളുകളുടെ ഒരു ഗണത്തിലേക്ക് ഈ കുട്ടികൾ വരുമ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യാനോ അവരെ ഒന്ന് മെൻറ്റർ ചെയ്യാനോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല. അവിടെയാണ് ഹാഷ് പിച്ചു സ്കൂൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നത്. ഹാഷ് പിച്ചു സ്കൂളിൽ നമ്മൾ പറയുന്നത് എല്ലാവർക്കും കഴിവുള്ളവരാണ്, എല്ലാവരും ഡിഫറൻ്റ് ആയിട്ടുള്ള കഴിവുള്ളവരാണ്. അവരെ ശരിക്കും കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഒരു പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ മാത്രമാണ് മീനിങ് ഫുൾ ആയിട്ട് മാറുകയുള്ളൂ.